ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കാം. ചെമ്മീൻ വെച്ചിട്ട് പല രീതിയിൽ നമ്മൾ കറികൾ തയ്യാറാക്കാറുണ്ട്. ഏതൊക്കെ രീതിയിൽ തയ്യാറാക്കിയാലും ഈ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ചെമ്മീൻ കറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുവും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള, വലിയ സവാള, ഒരു സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് നമുക്കിനി നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്, ആദ്യമേ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള എപ്പോഴും പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് അടച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഈ രീതിയിൽ ചെമ്മീൻ കറി വെച്ചാൽ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അത്രയും രുചികരമാണ്. മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഈ രീതിയിലായിരുന്നു ചെമ്മീൻ കറി തയ്യാറാക്കിയിരുന്നത്. സവാള എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് മൂന്നും കൂടി നമുക്ക് ചതച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുള്ളൂ തീ. നമുക്കിതെല്ലാം നല്ലതുപോലെ വഴറ്റണം. വഴറ്റുന്നതിന് വേണ്ടി നമുക്ക് അല്പനേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്നെല്ലാം ഒന്ന് വഴന്നു വരും. ഇതെല്ലാം നല്ലതുപോലെ വഴന്നതിന് ശേഷം നല്ല പഴുത്ത ഒരു തക്കാളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ച് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളും ഇതുപോലെയാണോ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അല്പനേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഈ കൊഞ്ചിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കും. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ അല്പനേരം ഇതൊന്ന് അടച്ച് വെച്ച് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി. അധികം എരിയില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ചേർക്കുന്നത്. എരിയുള്ളതാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി മതി. ഇനി അതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം ഈ കൊഞ്ചിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഈ മസാലയെല്ലാം കൊഞ്ചിൽ പിടിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പനേരം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ഈ കൊഞ്ചിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരല്പനേരം ഒന്ന് അടച്ച് വയ്ക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ അല്പം കറി വേണമല്ലോ, അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ എപ്പോഴും ഇരിക്കണം. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാവുകയും ചെയ്യും. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കൊഞ്ച് കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള ഈ രീതിയിലുള്ള ചെമ്മീൻ കറി തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഈ ചെമ്മീൻ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അത്രയും ടേസ്റ്റിയാണ്. ഇതുപോലെ തയ്യാറാക്കിയാൽ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും.